അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ്. പിന്നെ ഇത് നമ്മുടെ ചാനലിലെ പുതിയൊരു പരിപാടിയാണ്. ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ പറഞ്ഞാൽ ലോകത്ത് നടക്കുന്ന മെയിനായിട്ടുള്ള എല്ലാ മെഡിക്കൽ ഇവൻറ്റ്സും നിങ്ങളെ ഒന്ന് അറിയിക്കുക എന്നുള്ളതാണ്. സോ ഇഫ് ഇറ്റ് ഗോസ് വെൽ എല്ലാ ആഴ്ചയും ഇതിൻ്റെ ഫോളോ ത്രൂ ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ ഇപ്പോൾ കുറച്ച് ന്യൂസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ന്യൂസിലോട്ട് പോവാം. ഓക്കെ, എനിക്ക് തോന്നുന്നത് മലയാളത്തിലെ ആദ്യത്തെ മെഡിക്കൽ ന്യൂസാണെന്ന് തോന്നുന്നു. സോ അതങ്ങനെ തന്നെ പോട്ടെ. സോ അപ്പോൾ ആദ്യത്തെ മെഡിക്കൽ ന്യൂസിലേക്ക് പോവാം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് വളരെ വളരെ ഹോപ്പ് നൽകുന്ന ഒരു ന്യൂസാണ്. അങ്ങ് ഫിലാഡൽഫിയയിൽ, അതായത് അമേരിക്കയിൽ 9 മാസം പ്രായമുള്ള ഒരു കുട്ടിയുടെ മേൽ അവർ ജീൻ തെറാപ്പി ചെയ്തിട്ട് ലോകത്ത് ആദ്യമായിട്ട് അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. CPS1 ഡെഫിഷ്യൻസി എന്ന് പറയുന്ന ശ്വാസകോശത്തിനകത്തും തലച്ചോറിലും അമോണിയ ബിൽഡ് ചെയ്യുന്ന ഒരു റെയർ ജനറ്റിക് ഡിസോർഡറിനെ അവർ CRISP-1 എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് വഴി പൂർണ്ണമായും ഭേദപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ട്രീറ്റ്മെൻറ്റ് വളരെ വളരെ എക്സ്പെൻസ് കുറവാണെന്നുള്ളതും പിന്നെ ഇത് FDA അപ്രൂവ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. സോ ഭാവിയിൽ ഏകദേശം 30 മില്യൺ കുട്ടികളെ ഇന്ത്യയിലടക്കം കേരളത്തിലടക്കം സഹായിക്കാൻ സാധ്യതയുള്ള ഒരു ടെക്കാണിത്. രണ്ടാമത്തെ ന്യൂസ് എന്നെപ്പോലത്തെ ഡോക്ടർമാരെല്ലാം കാത്തിരുന്നൊരു വാർത്തയാണ്. ആഫ്റ്റർ എ ലോങ് ടൈം, ഏകദേശം 20 വർഷത്തിന് ശേഷം നോൺ ഓപ്പിയോയിഡായ ഒരു അനാൽജസിക്ക് FDA അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. ആ ഡ്രഗിൻ്റെ പേര് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന മിക്ക പെയിൻ കില്ലേഴ്സും, അനാൽജസിക്സ് എന്ന് പറഞ്ഞാൽ പെയിൻ കില്ലറാണ്, പെയിൻ കില്ലേഴ്സും ഒപ്പിയോയിഡാണ്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പം ട്രമഡോൾ എന്ന് പറയുന്ന മരുന്നാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഇപ്പോൾ ഈ മോർഫിൻ, ക്യാൻസർ പേഷ്യൻ്റ് എടുക്കുന്ന മോർഫിൻ എന്ന് പറയുന്ന മരുന്നൊക്കെ ആണെങ്കിലും കുറച്ചൊരു അഡിക്റ്റീവ് ഡ്രഗാണ്. പക്ഷേ ഈ മരുന്ന് ട്രമഡോളിൻ്റെ അതേ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ പോലും നോൺ ഒപ്പിയോയിഡാണ്. സോ അതിന് അഡിക്ഷൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഭയങ്കര നല്ലൊരു ന്യൂസാണ്. അടുത്ത ന്യൂസ് അങ്ങ് അമേരിക്കയിൽ നിന്നാണ്. ലോകത്ത് ആദ്യമായിട്ട് ഒരു റോബോട്ടിക് ടെലിസർജറി അമേരിക്കയിലെ ഒരു ഡോക്ടർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. റോബോട്ടിക് ടെലിസർജറി എന്ന് പറഞ്ഞാൽ ആ ഡോക്ടർ ഫ്ലോറിഡയിൽ ഇരുന്നുകൊണ്ട് ആഫ്രിക്കയിലെ അങ്കോളയിലുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ പ്രോസ്റ്റേറ്റ്, അതായത് പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ ഈ റോബോട്ടിക് സർജറി വഴി ഓപ്പറേറ്റ് ചെയ്ത് ട്യൂമർ പുറത്തെടുത്തിരിക്കുകയാണ്. അതിൽ കൂടുതൽ സന്തോഷിക്കാനുള്ള വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്തത് ഒരു ഇന്ത്യക്കാരനായ ഡോക്ടറാണ്, ഡോക്ടർ പട്ടേൽ എന്ന് പറയുന്ന ഡോക്ടറാണ്. സോ ഇനി നമുക്ക് അമേരിക്കയിലെ ഡോക്ടറെ ഇവിടെ കൊണ്ടുവന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരില്ല. ഈ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ലോകത്ത് എവിടെ ഇരുന്നും ഒരു ഡോക്ടർക്ക് വേറെ എവിടെയും ഇരിക്കുന്ന പേഷ്യൻറ്റിനെ റിമോട്ട്ലി സർജറി ചെയ്യാൻ പറ്റും. നമ്മൾ കുറേ നാളായിട്ട് മറ്റേ ഇലോൺ മസ്കിൻ്റെ ബ്രെയിൻ ചിപ്പ് എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ആ ബ്രെയിൻ ചിപ്പ് ഒന്നും അങ്ങ് എത്തിയില്ലെങ്കിലും ALS എന്ന് പറയുന്ന അസുഖമുള്ള, അതൊരു ന്യൂറോ മസ്കുലർ ഡിസോർഡറാണ്. ശരീരത്തിലെ മസിലുകൾക്ക് ഞരമ്പുകൾക്ക് ഉണ്ടാകുന്ന ഒരു അസുഖം. ആ അസുഖം ബാധിച്ച ഒരു പേഷ്യൻറ്റിന് തലയിൽ സെൻസർ വെച്ചതിന് ശേഷം, ബ്രെയിനിൽ സെൻസർ വെച്ചിട്ട് ഐപാഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു ടെസ്റ്റ് വിജയകരമായി കഴിഞ്ഞ ആഴ്ച പൂർത്തിയാക്കി. അമേരിക്കയിലെ നെവാഡ എന്ന് പറയുന്ന സ്ഥലത്താണ്. സോ ഇതും ഈ പറഞ്ഞ പോലെ സ്ട്രോക്ക് വന്നവർക്ക്, പാർക്കിൻസൺസ് ഒക്കെ ഉള്ളവർക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ്. അടുത്ത ന്യൂസും അങ്ങ് അമേരിക്കയിൽ നിന്നാണ്. ഈ അമേരിക്കയിൽ നിന്നൊക്കെ വലിയ വാർത്തകളായിരുന്നു. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ആഴ്ചയും മെഡിക്കൽ കോളേജിൽ തീ പിടിച്ചതേ ഉള്ളൂ. എന്നാണോ കേരളത്തിലൊക്കെ ഹോസ്പിറ്റൽസിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ ഒരു വാർത്ത വായിക്കാൻ പറ്റുന്നത്? അതുവിടെ അമേരിക്കയിൽ ഹണ്ടിങ്ടൺ ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലേക്കുള്ള കുറച്ച് റെയറായിട്ടൊരു അസുഖമാണ്. ഹണ്ടിങ്ടൺ ഡിസീസ് എന്ന് പറയുന്ന ഇതുവരെ മരുന്നുകളില്ലായിരുന്ന ഒരു ക്രോണിക് ഇൽനെസ്സിന് അവർ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുവഴി 75% ഹണ്ടിങ്ടൺ ഡിസീസിൻ്റെ പ്രോഗ്രഷൻ വരെ തടയാൻ പറ്റുന്നുണ്ട് എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. മരുന്നിൻ്റെ പേരോ കാര്യങ്ങളോ പുറത്തു വിട്ടിട്ടില്ല. ഒരു ജീൻ തെറാപ്പി ആണെന്ന് മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്ന ന്യൂസ്. അടുത്ത വാർത്ത ബ്രിട്ടനിൽ നിന്നാണ്. ബ്രിട്ടനിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അൽഷൈമേഴ്സ് ഡിസീസ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. എൻ്റെ ഫാമിലിയിലും ഉണ്ടായിരുന്നു, എൻ്റെ ഗ്രാൻഡ് ഫാദറിന് ഉണ്ടായിരുന്ന ഒരു അസുഖമാണ്. അൽഷൈമേഴ്സ് ഡിസീസ് ഇപ്പോൾ ഇതുവരെ നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഈവൻ MRI എടുത്താലും CT എടുത്താലും ഒക്കെ തന്നെ കണ്ടുപിടിക്കാൻ ഭയങ്കര പ്രയാസമുള്ള ഒരു അസുഖമായിരുന്നു. എന്നാലിപ്പോൾ ബ്രിട്ടീഷ് റോയൽ കോളേജ് ഓഫ് ഫിസിഷ്യൻസിലെ ഒരു ഡോക്ടർ അതിനൊരു എന്താ പറയുക ബ്ലഡ് ടെസ്റ്റ് കണ്ടുപിടിച്ചിരിക്കുന്നു. അതൊരു ബയോമാർക്കറാണ്. സോ ആ ബ്ലഡ് ടെസ്റ്റ് വഴി നമുക്കിനി സിമ്പിളായിട്ട് അൽഷൈമേഴ്സ് ഡിസീസ് വരാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു 40% വരെ ഉറപ്പിൽ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അത് പറഞ്ഞ പോലെ വളരെ നല്ലൊരു വാർത്തയാണ്. അസുഖം ഉണ്ടെന്ന് അറിയുന്നതല്ല വാർത്ത, പക്ഷേ നമുക്കിത് നേരത്തെ കണ്ടുപിടിച്ചാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ എളുപ്പമാണ്. സോ അതുകൊണ്ട് ആ ഒരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ ഇതും വളരെ പ്രതീക്ഷ നൽകുന്നൊരു വാർത്തയാണ്. അപ്പോൾ ഇത്രയും വാർത്ത ഇന്ന് ഉള്ളൂ. സോ അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഈ വീഡിയോ എല്ലാവരും നന്നായി കാണുക, ഫുള്ളായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ അത്യാവശ്യം എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെഡിക്കൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നാട്ടിൽ മിസ്ഇൻഫർമേഷൻസ് മെഡിക്കൽ ഫീൽഡിൽ ഭയങ്കര കൂടുതലാണ്. സോ അപ്പോൾ ഇതുപോലത്തെ വാർത്തകളിൽ നിങ്ങളിലേക്ക് കുറച്ചൊക്കെ ഒതൻറ്റിസിറ്റിയോടുകൂടി എത്തിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ടിനനുസരിച്ച് ഇത്തരം വീഡിയോസ് ഇനി നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.